നിങ്ങൾ വരയ്ക്കുന്ന ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ്ങുകൾ ഈ ഒരു ഒറ്റ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ലെവലിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച് എന്നാണ് ഇതിന്റെ പേര്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഇമേജിനെ ലൈനും ടോണും ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് വിത്തൗട്ട് ഷെയ്ഡിങ്. അപ്പോൾ ആദ്യം ഇതിന്റെ ബേസിക് ഷേപ്പ് എന്താണെന്ന് നോക്കുക. ഈ ബേസിക് ഷേപ്പുകൾ വരച്ചിടുക. ഇപ്പോൾ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് തരണം കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇടാൻ പറ്റും. ഇപ്പോൾ ഈ ലൈൻസ് വിസിബിൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വളവും തിരിവൊക്കെ നോക്കുക. കണ്ടോ, ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ഓട്. അപ്പോൾ ഞാൻ അവിടെ ആ ലൈൻസിൻ്റെ ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ താഴെയുള്ള ആ ഒരു ലൈൻ കണ്ടോ, അതൊരു വേവി പോലത്തെ ലൈനാണ്. ഓടിൻ്റെ ഷേപ്പൊക്കെ വിസിബിൾ ആണ് അവിടെ. ഇതുപോലെ തന്നെ ഞാൻ വരയ്ക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി കണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, വൈറ്റ് ഗ്യാപ്പ് ഉണ്ട്, ഡോട്ട് ഡോട്ട് പോലെ. അതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഏകദേശം ആ രീതിയിൽ തന്നെ ഗ്യാപ്പായിട്ട് തന്നെ ചെയ്തിടുക. ഈ ബ്ലാക്ക് പോലത്തെ ഷാഡോ വരുന്നുണ്ട്, ഡാർക്ക് ഗ്രീൻ പോലത്തെ ഷാഡോ. ആ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. ലൈറ്റ് ആൻഡ് ഷാഡോ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. അതിന് പകരം ലൈറ്റ് ആൻഡ് ഷാഡോ ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. ഇനി ടോൺ അപ്രോച്ചാണ്. ഹൈലൈറ്റ് വൈറ്റ് ആയിട്ട് തന്നെ വിടുക, അവിടെ ഒന്നും ചെയ്യുന്നില്ല. ലൈറ്റ് ടോൺ ഞാൻ ചെയ്യുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഗ്യാപ്പുള്ള ലൈൻസ് വെച്ചിട്ട്, വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ട് ലൈറ്റ് ടോൺ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മിഡിൽ ടോൺ മാർക്ക് ചെയ്യുന്നത് ഗ്യാപ്പ് കുറഞ്ഞ ചെരിഞ്ഞ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ഡാർക്ക് ടോൺ മാർക്ക് ചെയ്യുന്നത് ക്രോസ് ഹാച്ചിങ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച്. ഇത് ഡയറക്റ്റ്ലി പെയിൻറ്റിങ് ആക്കി കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സാവും. കൂടാതെ ഇതിരി കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു പുതിയൊരു പ്രാക്ടീസ് മെത്തേഡ് പഠിച്ചു. അതാണ് ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ വരച്ചു. ഔട്ട്ലൈൻ വരച്ച സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചത് അതിൻ്റെ ഷേപ്പ് മാത്രമാണ്. എന്നിട്ട് അതിനെ ഡിഫറെൻറ്റ് ടോണാക്കി തിരിച്ചു. ഹൈലൈറ്റ്, ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ. ഹൈലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ഡയറക്റ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അവിടെ നമ്മൾ വൈറ്റ് ഗ്യാപ്പായിട്ട് തന്നെ വിട്ടത്. ലൈറ്റ് ടോൺ വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ വെർട്ടിക്കലി ഹാച്ച് ചെയ്തു. മിഡിൽ ടോൺ വരുന്ന ഭാഗങ്ങൾ ചെരിച്ച് ഹാച്ച് ചെയ്തു. ഡാർക്ക് ടോൺ വരുന്ന ഭാഗങ്ങൾ ക്രോസ് ഹാച്ച് ചെയ്തു. ഇനി നിങ്ങളിത് പെയിൻറ്റിങ് ആക്കി മാറ്റുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായി, ഇതാണ് നിങ്ങളുടെ റെഫറൻസ് ഇമേജ്. സിംപിളി സ്കെച്ചിങ്ങിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിൽ ഒരുപാട് സ്കെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടാണ് അവർ നോർമൽ സ്കെച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുന്നത്. സോ ഓരോ പെയിൻറ്റ് കളർ മിക്സ് ചെയ്യുമ്പോഴും അവർ സിംപ്ലിഫൈഡ് ആക്കിയിട്ടാണ് പെയിൻറ്റിംഗ് ആക്കി കൺവേർട്ട് ആക്കുന്നുണ്ടാക്കി. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.